മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള ക്രിസ്തുയേശുവിന്റെ സ്നേഹബന്ധനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽ നേരം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒരിക്കൽ കൂടെ അടുത്തു വരുവാൻ, ഒരു കർത്തൃദിനം കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ കർത്താവ് ചെയ്ത കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ സ്തോത്രം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽ നേരം കർത്താവിന്റെ കൃപയാൽ നമുക്ക് മറ്റൊരു വിഷയത്തെ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങണം. നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നാം ഒരുക്കം പ്രാപിക്കുന്നവരായി തീരണം. കാര്യം, ലോക സംഭവങ്ങൾ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ സ്തോത്രം എല്ലാ ലക്ഷണങ്ങളും സ്തോത്രം അതിന്റെ തെളിവുകളോട് വെളിപ്പെടുകയാണ്. ഇനി അടുത്തൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന എല്ലാ അനുഭവത്തിലേക്കും ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ചില രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ അവസ്ഥകളും അത് ഇസ്രായേലിന്റെ നിലപാടുകളും അതുപോലെ ഇറാനിന് നേരെയുള്ള എല്ലാ യുദ്ധങ്ങളും അതിന്റെ യുദ്ധശ്രുതികളെല്ലാം നമ്മൾ ഈ നാളുകൾ കണ്ടോണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുക്കപ്പെടുന്നവരായി തീരണം. ആമേൻ. ചിലർ ഒരുങ്ങാത്തവരും ചിലർ സ്തോത്രം ഹല്ലേലൂയ ഈ ആത്മീയ സത്യങ്ങളെ ഗ്രഹിക്കാതെയും സ്തോത്രം വ്യർത്ഥമായി ജീവിച്ച് മുമ്പോട്ട് പോകുന്നു കാണുന്നു. എന്നാൽ സ്തോത്രം നാം അങ്ങനെ ആകരുത്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മളെ വിളിച്ച പരിശുദ്ധൻ അവൻ വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കും. അതുകൊണ്ട് നാം എപ്പോഴും ഒരുക്കമുള്ളവരായി തീരണം. ഇന്ന് പകൽ നേരം നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങളെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗങ്ങളുടെ പിതാവേ, ഇന്ന് പകൽ നേരം അപ്പാത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ഇന്ന് പകൽ നേരം ആത്മാവിന്റെ ശക്തിയോടെ ആരാധിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കേൾക്കുവാൻ ഇടയായി തീർന്നു കർത്താവേ. അപ്പാതിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമക്കൾ ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ വലിയ സാന്നിധ്യം കർത്താവേ ഇന്ന് പകൽ നേരം വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഭാരങ്ങളും ക്ഷീണങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ലോകത്തിന്റെ ഹല്ലേലൂയ വെല്ലുവിളികളും എഴുന്നേൽക്കുമ്പോൾ അതിന്റെ നടുവിലൂടെ ദൈവകൃപ പ്രാപിച്ച് മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗ്ഗം ഇന്ന് പകൽ നേരം ഞങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യം കർത്താവേ ഇന്ന് പകൽ നേരം ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശത്രുവാകുന്ന പിശാചിന്റെ സകല പ്രവൃത്തികളെ അഴിപ്പാൻ ജഡത്തിൽ വെളിപ്പെട്ട ഒന്നാമത് യേശുക്രിസ്തുവിന്റെ അതിശയകരമായ കരം ഇന്ന് പകൽ നേരം ഞങ്ങൾക്ക് ജയമായി ബലമായി ഇന്ന് പകൽ നേരം വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഞങ്ങളെ ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണമേ. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ വീണ്ടും താണിരിക്കുന്നു കർത്താവേ. മാറ്റമില്ലാത്ത വചനം ദൂരത്തിൽ ചാർക്കുമായി കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലെ കർത്താവിന്റെ കരം അത്ഭുതകരമായി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അളവിയാപ്പന്റെ പാദപീഠത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരം ചലിക്കണം, ആശ്വസിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധനാമം തന്നെ ആമേൻ. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉദ്യോഗത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നേരം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കർത്താവ് വരുവാൻ സഹായിച്ചുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ നമുക്ക് എബ്രായ ലേഖനം 3-ാം അധ്യായം, എബ്രായ ലേഖനം 3-ാം അധ്യായം സ്തോത്രം അതിന്റെ 3-ന്റെ 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കണം. എന്നാൽ അവിടെ സ്തോത്രം നമ്മൾ അവിടെ അതിന്റെ 9-10 വാക്യങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. എന്നാൽ ആദ്യം അതിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ ലേഖനകർത്താവ് എന്നറിയപ്പെടുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതി എന്നുള്ള അനുമാനം അനേക തിയോളജിയൻസ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇത്ര ആധികാരികമായി ഇസ്രായേലിന്റെ ആരാധനയെക്കുറിച്ച്, യഹൂദരുടെ ആരാധനയെക്കുറിച്ച് സ്തോത്രം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണിത്. അതായത് ദൈവകൃപയിലേക്ക് വന്ന യഹൂദന്മാരോട് എഴുതപ്പെട്ടു എന്നാണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് വ്യക്തമാക്കുന്നത്. കാര്യം, ന്യായപ്രമാണത്തിന്റെ പൂർണ്ണത, ന്യായപ്രമാണ ആരാധനയുടെ പൂർണ്ണത എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്.
സ്തോത്രം ലേവിയ പൗരോഹിത്യത്തിന് പൂർണ്ണത വന്നിട്ടില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്തിലൂടെയാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പൂർണ്ണത വരുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന സ്തോത്രം ഒരു അധ്യായമാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ ആഴത്തിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള രംഗപ്രവേശനത്തിലേക്ക് സ്തോത്രം താൻ ആത്മാവാകുമ്പോൾ തന്നെ ജഡത്തിൽ സ്തോത്രം വെളിപ്പെടുന്നതിന്റെ വിധങ്ങൾ എങ്ങനെ എന്നും ലോകത്തിലേക്ക് വന്ന പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതിന് സ്തോത്രം ദൂതഗണങ്ങൾ അവനെ നമസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന യഹൂദന്മാർക്ക് എഴുതപ്പെടുന്ന ലേഖനത്തിന് അതിൻ്റെതായ ഖനമുണ്ട്. ഉപദേശത്തിലും വചനത്തിന്റെ സത്യത്തിലും അതിൻ്റെ തന്നെ ഖനം ശക്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. നമ്മൾ വായിച്ച 3-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മോശ സ്തോത്രം ഇസ്രായേലിന്റെ പ്രവാചകനായി അറിയപ്പെടുന്നതിൽ ആദ്യത്തെ ശക്തനായ പ്രവാചകനാണ് മോശ. മോശയെ പോലൊരു പ്രവാചകൻ പിന്നീട് വരുന്നില്ലെന്ന് മനസ്സിലാക്കണം ഇസ്രായേലില്. എന്നാൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട മോശയെ പോലൊരു പ്രവാചകനെ കാണിച്ചിട്ട് ഗ്രന്ഥകർത്താവ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു മോശയേക്കാൾ ഉന്നതനായി തീർന്ന സ്തോത്രം ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണെന്ന് വരച്ചു കാണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച സ്തോത്രം എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഈ എബ്രായ ലേഖനത്തിന്റെ അകത്ത് 3-ാം അധ്യായത്തിൽ നമ്മൾ തിരിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമാക്കുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ ഇവിടെ പറയുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും കണ്ടോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഇവിടെ ലേഖനകർത്താവാകുന്ന പൗലോസ് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ 2 വിധത്തിലായിരുന്നു. അല്ലെങ്കിൽ ചെയ്ത ഒരു ശുശ്രൂഷയെ 2 മുഖത്തിലൂടെ നോക്കിയാൽ അതിന്റെ ശ്രേഷ്ഠതയെ കാണുവാൻ സാധിക്കും. ഒന്ന്, അതൊരു പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. 2, അതൊരു പ്രവചന ശുശ്രൂഷയായിരുന്നു. താൻ പ്രവാചകനായും പുരോഹിതനായും ശുശ്രൂഷിച്ച രംഗമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. 2 ഓഫീസാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ അവിടെ കാണുന്നത്. പ്രൊഫറ്റിക്കൽ ഓഫീസുണ്ട്, പ്രീസ്റ്റ്ഹുഡ് ആയിട്ടുള്ള ഓഫീസ് അവിടെ കാണുന്നുണ്ട്. അതായത് പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനത്തോട് അറിയിക്കുന്നു. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത് ജനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷ അറിയിക്കുക, അല്ല ദൈവത്തോട് ബലഹീന മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക എന്നുള്ള ഒരു ശുശ്രൂഷ തലമാണ് യേശു ക്രിസ്തു നമ്മൾ കാണുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ നമ്മൾ നോക്കുമ്പോൾ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മോട് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കുവാൻ. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആ മൈക്ക് അടുപ്പിച്ചു വെക്ക് വായിക്കണേ. സ്തോത്രം അകന്നായിരിക്കുന്നത് സ്തോത്രം ശ്രദ്ധിച്ചു നോക്കുവാൻ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിലെ 2 ശുശ്രൂഷകളെ, പൗരോഹിത്യ ശുശ്രൂഷകളെയും തന്റെ പ്രവാചക ശുശ്രൂഷയും. അപ്പൊ പ്രവാചക ദൗത്യവും പൗരോഹിത്യ ദൗത്യവുമാണ് യേശു ക്രിസ്തു കാൽവറിയിൽ ചെയ്തത്. അപ്പോൾ 3.5 വർഷക്കാലം തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഇത് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഏതൊരു ദൈവമക്കളും കാൽവറിയിലേക്ക് നോക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ജീവിതം നോക്കുമ്പോൾ ആ ചെയ്തെടുത്ത ശുശ്രൂഷയുടെ മഹത്വം ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് അപ്പോസ്തോലിക ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആമേൻ. അവിടെ വായിക്കുന്നത് എന്താണ്? നാം സ്വീകരിച്ചു പറയാ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ അപ്പോസ്തോലിക ശുശ്രൂഷ, അയക്കപ്പെടുന്ന ശുശ്രൂഷ, മഹാദൗത്യത്തിനായി അയക്കപ്പെടുന്ന ശുശ്രൂഷയാണ്. പ്രത്യേക ദൗത്യ നിർവഹണത്തിനായിട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് നിയോഗിക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. അവരെ പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആ ഉദ്ദേശം നിവർത്തിച്ച് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടണം. അപ്പോസ്തോലിക ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമാണ്. ആമേൻ. സ്തോത്രം. ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതിനാണ് അപ്പോസ്തലന്മാരെ ദൈവം അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠ അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. വായിച്ചാട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവിനെ കാണിച്ചിട്ട് അടുത്തത് ഗ്രന്ഥകർത്താവ് മോശയിലേക്കാണ് വരുന്നത്. ആമേൻ. മോശ ദൈവഭവനത്തിലൊക്കെയും
വിശ്വസ്തനായിരുന്നതുപോലെ യേശു തന്നെ നിയമിച്ചാക്കിയവന്. അപ്പോൾ മനസ്സിലാക്കണം, എന്താണ് അപ്പോസ്തല ശുശ്രൂഷ, എന്താണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇതൊരിക്കലും വസ്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല പൗരോഹിത്യം. മനസ്സിലാക്കണം. കുരിശും എന്താ പറയുന്നത്, താള ഇതെല്ലാം എടുത്തുകൊണ്ട് നടക്കുന്ന പരിപാടിയല്ല പൗരോഹിത്യം. മനസ്സിലാക്കണം, പൗരോഹിത്യ വസ്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല പൗരോഹിത്യം. ലേവ്യ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ അവർ മാർപ്പതക്കം ധരിക്കണമായിരുന്നു, ഏഹോദ് ധരിക്കണമായിരുന്നു, പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിക്കണമായിരുന്നു, തലയിൽ തൊപ്പി വെക്കണമായിരുന്നു, നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു, അവർക്ക് കയ്യിൽ അംശവടി ഉണ്ടായിരുന്നു. ഇതാണ് അഹരോന്യ പൗരോഹിത്യം. മഹാപുരോഹിതൻ വഹിക്കേണ്ട വസ്ത്രങ്ങളും അതിന്റെ വിധങ്ങളും. തന്റെ മാർപ്പതക്കത്തിൽ 12 കല്ലുകളുണ്ട്. ആ 12 കല്ലുകൾ 12 ഗോത്രങ്ങളെ വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ശ്രേഷ്ഠ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ രംഗത്തിലേക്ക് വരുമ്പോൾ ഹന്നാവും കയ്യപ്പാവും അന്നത്തെ പുരോഹിതന്മാരായിരിക്കുകയാണ്. അവർ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, നീ വന്യനായവന്റെ പുത്രനാകുന്ന ക്രിസ്തു തന്നെയോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് യേശു ക്രിസ്തു പറഞ്ഞ ഉടനെ അവർ അവരുടെ വസ്ത്രം കീറിക്കളഞ്ഞു. ഏതാണ് വസ്ത്രം? പൗരോഹിത്യ വസ്ത്രം കീറിക്കളഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്തത് അവരുടെ ജഡത്തിലെ കോപം വെളിപ്പെട്ടപ്പോൾ അവരെ വസ്ത്രം കീറിയിട്ട് പറഞ്ഞു, ഇനി എന്തിന് എനിക്ക് ഈ വസ്ത്രം കൊണ്ട് എന്ത് ഗുണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വസ്ത്രം കീറിയത്. മനസ്സിലാക്കണം, ഇന്നേക്ക് 2000 വർഷം മുമ്പ് പൗരോഹിത്യത്തിന് അന്തം വരുത്തിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി തകർക്കപ്പെട്ടത്. അവൻ എന്നേക്കും നിത്യ പുരോഹിതനായി ഇരിക്കുമ്പോൾ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഏകജാതനാകിയാല് അവൻ പറഞ്ഞു, ഞാൻ വന്യനാവിന്റെ പുത്രനാകുന്ന ക്രിസ്തു തന്നെയെന്ന് പറഞ്ഞ ഉടനെ മഹാപുരോഹിതന്മാർ അവരുടെ വസ്ത്രം കീറി. ആമേൻ. മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ വസ്ത്രങ്ങളിലും കെട്ടുപാടിലും ഒതുങ്ങുന്ന ലേവ്യ പൗരോഹിത്യത്തിന് നിഴലായി ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനും പൗരോഹിത്യവും ദൈവവചനപ്രകാരം പറയാൻ ഭൂമിയിലില്ല. അത് ദൈവനാമം അംഗീകരിക്കുന്ന പദ്ധതികളുമല്ല. ആമേൻ. മനസ്സിലാക്കണം, അംഗീകാരം നഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ്, വ്യവസ്ഥയാണ് കാണപ്പെടുന്ന പൗരോഹിത്യം. മനുഷ്യർ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥ വഹിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ ഭൂമിയിൽ നിലനിൽക്കുന്നത്? അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. അപ്പോസ്തോലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ എന്ന 5 വിധ ശുശ്രൂഷകളാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. 5 വിധ ശുശ്രൂഷകളാണ് ഇന്ന് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഈ ശുശ്രൂഷയിലാണ് സ്വർഗം ഭൂമിയിൽ വിശുദ്ധന്മാരെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമുക്കെല്ലാവർക്കും ഏക മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ രാജകീയ പുരോഹിത വർഗമാകുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ രാജകീയ പൗരോഹിത്യം നമ്മൾ ആത്മാവിൽ പ്രാപിച്ചിരിക്കുകയാണ്. അല്ലാതെ അത് പുറത്തൊരു വസ്ത്രം ഇട്ടത് കൊണ്ടോ കുരിശും വടിയും പിടിച്ചത് കൊണ്ടോ കിട്ടുന്നതല്ല പൗരോഹിത്യം. അങ്ങനെ ഒരുവനെയും പുരോഹിതനാക്കുന്നില്ല. അതുകൊണ്ടാണ് മേൽക്കൊണ്ട് അടിയോളം യെരൂശലേം ദേവാലയത്തിലെ ഹല്ലേലൂയ തിരശീല ചിന്തിപ്പോയത്. അത് കീഴിൽ നിന്നും മുകളിലോട്ടല്ല ചിന്തിയത്, മുകളിൽ നിന്ന് കീഴിലേക്കാണ് അത് ചിന്തിപ്പോയത്. അതിന് കാരണം, ഇനി മനുഷ്യർക്കും ദൈവത്തിനും വ്യത്യാസമില്ല. ദൈവോത്തരൻ കാൽവരി തകർക്കപ്പെട്ട നിമിത്തം പുത്രനാകുന്ന യേശു ക്രിസ്തുവിലൂടെ അവന് വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും അതിപരിശുദ്ധ ഇടത്തിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് കാണിക്കേണ്ടതിനാണ് ആ തിരശീല അവിടെ നിന്ന് ചിന്തിക്കളഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, ഹല്ലേലൂയ സ്തോത്രം, കാണപ്പെടുന്ന പൗരോഹിത്യങ്ങളൊന്നും ദൈവവചനപ്രകാരം പറയട്ടെ, അത് സ്തോത്രം ഹല്ലേലൂയ ദൈവവചനം അംഗീകരിക്കുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് വസ്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല പൗരോഹിത്യം, വസ്ത്രത്തിൽ ഒതുങ്ങുന്നതല്ല അപ്പോസ്തോലികത്വം. ഇത് ആത്മാവിൽ പ്രാപിച്ചെടുക്കുന്നതാണ്, ആത്മാവിൽ ലഭിച്ചിരിക്കുന്നതാണ്. അങ്ങനെ രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകമാണ് ഏത് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മേല സ്വർഗം പകർന്നിരിക്കുന്നത്. അതിന് കാരണമായി തീർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ദാനമായി നൽകി പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുമ്പോൾ അത് ആത്മാവിനെ പ്രാപിച്ച ഏതൊരു ദൈവാത്മാവ്, ഏതൊരു ദൈവമക്കളും
ഏതൊരു ദൈവമക്കളും ഈ ഭൂമിയിൽ ആ സാക്ഷ്യം വഹിക്കുകയാണ്. അതായത് അവർ പൗരോഹിത്യവും അപ്പോസ്തലത്വവും പ്രാപിച്ചാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. മനസ്സിലായി? രാജകീയ പുരോഹിത വർഗമാണ്, രാജകീയ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകമാണ് ഏതൊരു ദൈവമക്കളും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പകൽനേരം ആ അഭിഷേകം പ്രാപിച്ചവർ വിശുദ്ധ കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ പകൽനേരം ആ വചനങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. എന്നാൽ ഇവിടെ പൗലോസ് ഇവിടെ വരച്ചു കാണിക്കുന്നു. ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ പറയുകയാണ് മോശയെ കുറിച്ച്. മോശ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ തന്നെ തന്നെ നിയമിച്ചാക്കി എല്ലാ മേഖലകളിലും താൻ വിശ്വസ്തനായിരുന്നു. താൻ വിശ്വസ്തനായി. വായിച്ചാട്ടെ. ആമേൻ. പവനത്തെക്കാളും പവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം യോഗ്യൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പറയുന്നത് ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ എത്ര വാക്യം വായിച്ചപ്പോ? 3-ാം വാക്യം. ഓക്കെ. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വമുള്ളവനാകുന്നു ആകുവാൻ യോഗ്യനെന്ന് എണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സകലവും ചമച്ചവൻ ദൈവം തന്നെ. അടുത്തത് മോശ വിശ്വസ്തനായിരുന്നു. സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അപ്പോൾ കർത്താവ് ഒരുവനെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടതിനായിട്ടാണ്. നമ്മെ ഇന്ന് വിളിച്ചാക്കിയിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിനായിട്ടാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ കുറിച്ച് പ്രഘോഷിക്കേണ്ടതിനായിട്ടാണ് രക്ഷിക്കപ്പെട്ടവരെ ദൈവം തെരഞ്ഞെടുത്താക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായും ദൈവമഹത്വത്തിനായിട്ടാണ് നിലനിൽക്കുന്നത്. ആമേൻ. അപ്പോൾ ആ തേജസ്സുള്ള ശുശ്രൂഷ, ആ തേജസ്സുള്ള പദ്ധതി ചെയ്തെടുക്കണം. ഇതാണ് ഏതൊരു വ്യക്തിയെ കുറിച്ചും ഉള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. തുടർന്ന് വായിച്ചാട്ടെ. അവന്റെ ഭവനത്തിൽ അധികം അധികാരിയായി പുത്രനായിരുന്നു. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട്. നാം തന്നെ അവന്റെ ഭവനമാവുന്നു. ഇവിടെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തില് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്ന വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം ഇവിടെ വായിക്കുന്നത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങൾ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന 2000 വർഷം മുമ്പ് അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള വാസം അവിടെ, അവർക്കൊരു ഇടം അവിടെ ഒരുക്കുവാൻ പോകണം എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു അത് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ യൂദയുടെ ലേഖനം നമ്മൾ കാണുമ്പോൾ അനേക വാസസ്ഥലങ്ങൾ സ്വർഗത്തിലുണ്ട്. ആ വാസസ്ഥലങ്ങൾ അവിടെ ദൂതന്മാർക്ക് നിയോഗിച്ചിരുന്നതായിരുന്നു. 3-1 ദൂതഗണങ്ങൾ പിതാവിന്റെ വാസസ്ഥലം വിട്ടുപോയി. പിതാവ് കൽപ്പിച്ചാക്കിയിരുന്ന വാസസ്ഥലം ഈ ദൂതഗണങ്ങൾ വിട്ടുപോയി. എന്തിനാണ് വിട്ടുപോയത്? പുത്രനോടും പിതാവിനോടുമുള്ള മത്സരത്തിനായിട്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ വാഴ്ച കാത്തുകൊള്ളാതെ ഇരിക്കുന്നവരെ അവിടെ നിന്ന് തള്ളിക്കളയുന്ന അനുഭവത്തിലേക്ക് അവർ വാഴ്ച കാത്തുകൊള്ളാതെ അവിടെ വിട്ടുപോയി എന്നാ പറയുക. അവരുടെ തീരുമാനം വിട്ടുപോകുന്നത്. തന്റെ സ്വന്തം വാസസ്ഥലം, ഈ വാസസ്ഥലത്തിലാണ് രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് ഇടം ക്രിസ്തു ഒരുക്കുവാൻ പോകുന്നത്. ആമേൻ. അവിടെ വാസസ്ഥലം ഇല്ലെന്നല്ല പറഞ്ഞത്, നിർമ്മിക്കണമെന്നല്ല, നിങ്ങൾക്ക് ഒരുക്കണമെന്നാ പറഞ്ഞത്. ഓൾറെഡി ഉള്ളതിനെ ക്രമീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ദൂതഗണങ്ങൾക്ക് നഷ്ടമായി പോയത് ലഭിക്കേണ്ടതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. കരങ്ങൾ ഉയർത്തുന്നത് മഹത്വപ്പെടുത്തിയാട്ടെ. ആ ഭാഗം ഒന്നും കൂടെ വായിച്ച് യൂദയുടെ ലേഖനം.
തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. അപ്പൊ അത് നമ്മളത് വായിക്കുമ്പോ അവിടെ എന്തുകൊണ്ടാണ് അവർക്ക് ശിക്ഷ വിധിക്കപ്പെട്ടു? അവർ പിതാവിനോട് മത്സരിച്ചു, പുത്രനോട് മത്സരിച്ചു. അങ്ങനെ അവരെ അവിടെ നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് അവർ മാറ്റപ്പെട്ടു. മത്സരിക്കപ്പെട്ടപ്പോൾ അവരെ അതിൽ നിന്ന് ലൂസിഫറിനെ അതിന്റെ നടുവിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നമ്മൾ അവിടെ വായിക്കുമ്പോൾ ആഴത്തിൽ നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ആ വാസസ്ഥലത്തെ കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പോൾ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഉള്ളത് അവിടെ ഉള്ളതിനെ ക്രമീകരിക്കുവാൻ, അതിൻ്റെ അകത്ത് രക്ഷിക്കപ്പെട്ടു വരുന്നവരെ പാർപ്പിക്കുവാൻ തക്ക പാകത്തിൽ അതിനെ ഒരുക്കുവാൻ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഇത് ഒരുക്കിയതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് നമ്മളെ ചേർക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്ഥലം ഒരുക്കിയാൽ, അവിടെ പറഞ്ഞു ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അപ്പോൾ അവിടെ ദൈവരാജ്യത്തിൽ ക്രിസ്തുയേശുവിനോട് കൂടെ നാം ഇരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പോൾ കർത്താവ് അത് ആർക്കാ വാഗ്ദത്തം ചെയ്യുന്നത്? ഒരായുസിൽ ഒരു മനുഷ്യാത്മാവ് ക്രിസ്തുയേശുവിനോട് കൂടെ സഹവാസം നടത്തുന്നവർക്ക് മാത്രമാണ് ഈ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഈ ആയുസ്സിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നവർക്ക് മാത്രമാണ് ആ ഭാഗ്യ പദ്ധതിയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇറങ്ങിപ്പോയ 1/3 ദൂതഗണങ്ങളുടെ എണ്ണസംഖ്യ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെ? അവിടെ അത്രയും വാസസ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്കായിട്ടൊരു ഭവനമുണ്ട്. പാട്ടുകാർ പറയും എനിക്കായിട്ടൊരു ഭവനം അവിടെ ഉണ്ടെന്നൊക്കെ ഭക്തിയോടെയും വിശ്വാസത്തോടെയും പാട്ട് പാടുമ്പോൾ മനസ്സിലാക്കണം. അവിടെ എത്ര പേര് അവിടെ പാർപ്പിക്കേണ്ടതിനായിട്ടാണ് അതങ്ങനെ വരുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ റോമാലേഖനത്തിൽ ഒരു വാക്യം കിടപ്പുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യം വായിക്കാം. കർത്താവേ, നിന്റെ പ്രവാചകന്മാരെ കൊന്നു നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവന് അരുളപ്പാട് ഉണ്ടായതെന്ത്? ബാലിന് മുട്ടുമടക്കാതെ 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അതിന്റെ 5-ാം വാക്യം, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അപ്പോൾ ആ ശേഷിപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് അടുത്ത വാക്യം പറയുകയാണ്. ശേഷിപ്പുണ്ട്, കൃപയാൽ എങ്കിൽ പ്രവർത്തികളാൽ അല്ല. അടുത്തത്, അല്ലെങ്കിൽ കൃപയല്ല. അതിന് 7-ാം വാക്യം. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കൃപയാൽ ഒരു തെരഞ്ഞെടുപ്പ് ഈ ഭൂമിയിലുണ്ട്. അതിന്റെ എത്ര പേരാണ് ആ കൃപയിൻ പ്രകാരം ദൈവരാജ്യം പ്രാപിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ അങ്ങനെ കൃത്യമായ ഒരു എണ്ണസംഖ്യയുണ്ട്. ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, സ്വർഗത്തിൽ എത്ര വീട്, എത്ര കൊട്ടാരങ്ങൾ ഉണ്ടോ ആ എണ്ണസംഖ്യയ്ക്ക് ഒത്തവണ്ണം ഈ ഭൂമിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൂതന്മാർ ഒഴിഞ്ഞുപോയ വീട്ട് എത്രയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല. അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് ക്രിസ്തു തന്നെ പറയുന്നു. അനേക വാസസ്ഥലങ്ങളുണ്ട്. അതിന്റെ എണ്ണസംഖ്യ എത്രയാന്ന് പറയുന്നില്ല. എന്നാൽ ആ എണ്ണസംഖ്യ എത്രയുണ്ടെന്നുള്ളത് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു. അത് കൃപയാലെങ്കിൽ അത് കൃപയാലെങ്കിൽ, അത് പ്രവർത്തികളാലല്ല. എങ്കിൽ കൃപയല്ല. അങ്ങനെ ഈ കാലഘട്ടത്തിലും കൃപയാൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്.
അങ്ങനെയെങ്കിൽ ആ കൃപയിൽ ഒസോത്ര അടങ്ങിയിരിക്കുന്ന എണ്ണം എത്രയെന്ന് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം പിതാവിന്റെ ഭവനത്തിലെ കാര്യമാണത്. സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലെ എണ്ണസംഖ്യ എത്രയെന്ന് പുത്രൻ പറയുമ്പോൾ, അനേക വാസനകളുണ്ടെന്ന് യേശു ക്രിസ്തു പറയുമ്പോൾ മനസ്സിലാക്കണം, ഇവിടെ പരിശുദ്ധാത്മാവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. സ്തോത്രം, കൃപയാലെങ്കിൽ പ്രവർത്തികളാലല്ല. അങ്ങനെ കൃപയും പ്രകാരം ഈ കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അതിന്റെ എണ്ണസംഖ്യ എത്രയെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയെങ്കിലും മനസ്സിലാക്കണം, ദൈവ സന്നിധിയിൽ നമ്മൾ ദൈവ ഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നെങ്കിൽ മാത്രമേ അവൻ ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു തന്നെ നിയമിച്ചാക്കിയതിലൊക്കെ താൻ വിശ്വസ്തനായിരുന്നു. അപ്പോൾ ദൈവരാജ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞുപോയ നൂതഗണങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നമുക്കൊരുക്കിയിരിക്കുന്ന കൊട്ടാരത്ത് നമ്മുടെ സ്വർഗീയ പിതാവ് വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നിലനിൽക്കേണ്ട ഒരു ഗുണഭേദം എന്ന് പറയുന്നത് വിശ്വസ്തത തന്നെയാണ്. ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. ആമേൻ. അനേകർ ദൈവസന്നിധിയിൽ വിശ്വസ്തരല്ല, അനേകർ ദൈവരാജ്യത്തിൽ വിശ്വസ്തരല്ലാതെ ജീവിക്കുന്നുണ്ട്. ആമേൻ. കൃപയിൻ പ്രകാരം, ഒരു തെരഞ്ഞെടുപ്പിൻ പ്രകാരം സ്തോത്രം ഒരു എണ്ണ സംഖ്യയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അത് എത്രയെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. ആമേൻ. എബ്രായ ലേഖനം സ്തോത്രം. അങ്ങനെ ഈ കാലത്തിലും അത് റോമാലേഖനം, എബ്രായ ലേഖനം എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏത് ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാൻ ഇരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്ര. അടുത്ത വാക്യം. അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായിരുന്നു. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാവുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ അധികാരിയും പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം. കണ്ടോ, നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അപ്പോൾ നാം ഈ പ്രശംസ എന്തെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകുന്ന ആ വലിയ മഹത്വം, കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ വസിക്കുക. ഇത് താല്പര്യമുണ്ടോ? കർത്താവിനോട് കൂടെ വസിക്കുക. ഈ ആയുസ്സിൽ കർത്താവിന്റെ വഴികളിൽ പ്രിയപ്പെടുന്നവൻ മാത്രമേ അവന്റെ സന്നിധിയിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കത്തുള്ളൂ. അവന്റെ പ്രമാണങ്ങളിലും കൽപ്പനകളിലും അവന്റെ വഴികളിൽ സന്തോഷിക്കുന്നവന് മാത്രമേ അവന്റെ ഭവനത്തിൽ കൂട്ടാളിയായി തീരുവാൻ സാധിക്കത്തുള്ളൂ. ആമേൻ. അവനിൽ നിന്ന് അകന്ന് അവന്റെ വചനത്തിൽ അനുസരിച്ച് കേട്ട് മാനസാന്തരപ്പെടാതെയും വീണ്ടും ജനിക്കാതെയും ജീവിക്കുന്ന ഒരുവനും ക്രിസ്തുവിന്റെ അടുക്കൽ ചെല്ലുവാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കണം. അവന്റെ വഴികളിലും അവന്റെ പദ്ധതികളിലും സന്തോഷിക്കുന്നവനായി തീരണം. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, അവന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്ന അരുളി ചെയ്യുവാനിരിക്കുന്ന എന്ന് സാക്ഷ്യം പറഞ്ഞ ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായി തന്നെ. മനസ്സിലാക്കണം, ദാസ ശുശ്രൂഷയാണ് യഥാർത്ഥത്തിൽ മോശ ചെയ്തത്. കാര്യം നിയമിച്ചാക്കി ആ നിയമിക്കപ്പെട്ട ദൗത്യം നിർവഹിക്കുക എന്നുള്ള ഒരു തലം മാത്രമേ മോശയെ കുറിച്ച് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തു പിതാവിന്റെ ഭവനത്തിലൊക്കെയും താൻ വിശ്വസ്തനായിരുന്നു. മനസ്സിലാക്കണം, തന്റെ ഭവനത്തിലൊക്കെയും ക്രിസ്തു വിശ്വസ്തനും അധികാരിയുമായിരുന്നു. ആമേൻ. അപ്പോൾ മനസ്സിലാക്കണം, സ്വർഗത്തിന്റെ അധികാരിയെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്വർഗത്തിനും സകലത്തിനും ഉടയവനെയാണ് നാം സേവിക്കുന്നത്. മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ പ്രത്യാശയും ഈ വിശ്വാസം ഒരു നാളും നമ്മളിൽ ഉയർന്നു പോകത്തില്ല, ഒരിക്കലും നാശമായി പോകത്തില്ല. കാരണം അനശ്വരനാകുന്നവനെ, സ്തോത്രം, നശ്വരമല്ലാത്ത പരിശുദ്ധനെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ ദാനങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ ദാനങ്ങളും ഒക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അടുത്ത വാക്യം, ക്രിസ്തു അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായി തന്നെ. ആമേൻ. അടുത്തത് വായിച്ചോ.
ക്രിസ്തുവോ അവന്റെ ഭവനത്തിൽ അധികാരിയായ പുത്രനായിരുന്നു. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചു. അപ്പോൾ നമ്മൾ എന്താ പ്രത്യാശിക്കേണ്ടത്? ധൈര്യപ്പെടുന്നത് എന്തിനെയാണ്? ക്രിസ്തു പിതാവിന്റെ ഭവനത്തിൽ സർവത്തിനും അധികാരിയാണ്. പിതാവിന്റെ ഏകജാതനാകുന്ന പുത്രനാണ്. അവൻ ആ ഭവനത്തിന് അധികാരിയാണ്. നീ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവരെ നിനക്ക് പരിചയമില്ലെങ്കിൽ നിനക്ക് ആ വീട്ടിൽ കയറി ഇരിക്കാൻ തോന്നുമോ? അവിടെ ആരെങ്കിലും നിന്നെ സ്വീകരിക്കുവോ? നിന്നെ മനസ്സിലാക്കുവോ? നിന്നെ സ്വീകരിച്ചിരുത്തിയാലും നിനക്ക് അവരെ അറിയാത്തത് കൊണ്ട് നീ അവിടെ ബലത്തോടെ ഇരിക്കുവോ? കാര്യം നിനക്ക് ആ വീടിനെ കുറിച്ച് അറിവില്ല, ആ വീടിന്റെ അവസ്ഥകളെ കുറിച്ച് അറിവില്ല, ആ വീട്ടിലെ സ്തോത്രം മറ്റംഗങ്ങളെ കുറിച്ച് അറിവില്ല, അവരെങ്ങനെ ആ വീട്ടിൽ വന്നു എന്നുള്ളതിനെ കുറിച്ച് അറിവില്ല. അങ്ങനെ അറിവില്ലാത്ത നീ എങ്ങനെ ധൈര്യപ്പെട്ട ഭവനത്തിലിരിക്കും? ഹല്ലേലൂയ. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അവൻ പിതാവിന്റെ ഏകജാതനാണ്, പ്രിയപുത്രനാണ്, സകലത്തിനും അധികാരിയാണ്. അധികാരിയാകുന്ന ക്രിസ്തുവിനെയാണ് നീ അറിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ ക്രിസ്തുവിനെ നീ അറിഞ്ഞിരിക്കുന്നെങ്കിൽ ആ പ്രത്യാശയും ധൈര്യവുമാണ് എന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്തുന്നത്. കാരണം പുത്രൻ ഇരിക്കുന്നിടത്ത് എന്നെ ഇരുത്തും എന്നുള്ള വാഗ്ദത്തമാണ് എന്നെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് കാഹളം ധരിക്കുമ്പോൾ ഈ മധ്യശരീരം രൂപാന്തരം വണ്ണ് ഈ ലോകത്തിൽ നിന്ന് മോഹത്തെ വിട്ട് പറക്കുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചവന്റെ ശബ്ദത്തെ ഈ ആയത്തിൽ പ്രിയപ്പെടുന്നവർ മാത്രമാണ് അക്കരെ നാട് പിടിക്കുന്നതും ഇന്ന് പലതരം അടിവരയിട്ട് എന്നെ കേൾക്കുന്നവർ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം പ്രത്യാശയുള്ളവരായിരിക്കണം, നാം ബലം പ്രാപിച്ചവരായിരിക്കണം. എങ്കിലേ നമ്മൾ അക്കരെ നാട് നമ്മൾ കടക്കുകയുള്ളൂ. ആമേൻ. വായിച്ച അടുത്ത വാക്യം. ആമേൻ. അതുകൊണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് അരുളി ചെയ്യണം. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടണം, ആത്മാവിനാൽ നടത്തപ്പെടണം. ഇപ്പൊ ആർക്കാണ് ഈ ധൈര്യം ലഭിക്കുന്നത്? ആർക്കാണ് ഈ പ്രത്യാശ ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക് ഈ ധൈര്യം ഉറപ്പും ലഭിക്കത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് നൽകി തരുന്ന തിരിച്ചറിവുകൾ നമ്മുടെ പ്രത്യാശയുടെ ഒരു നങ്കൂരമാണ്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ടോ നിത്യതയെ കുറിച്ച്, നാം ചെന്ന് കയറുവാനിരിക്കുന്ന ഭവനത്തെ കുറിച്ച്, ആ ഭവനത്തിന്റെ അധികാരിയെ കുറിച്ച്, ആ ഭവനത്തിന്റെ ഉടയവരെ കുറിച്ച്, ആ ഭവനത്തിന്റെ പൂർവ്വകാലത്തെ കുറിച്ച് നിനക്കറിയാവോ? ഇത് അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ഈ വചനത്തിന്റെ പൊരുളുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമെങ്കിൽ മാത്രമേ നമുക്കിതിൽ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽനേരം ഈ കൃപ ലഭിച്ചവർ, ഈ പ്രത്യാശ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ വിശുദ്ധ കരങ്ങളുടെ മൗത്തപ്പെടുകയാട്ടെ. ഈ പകൽനേരം കർത്താവിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. അടുത്ത വാക്യം നമ്മൾ വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇന്ന് ദൈവ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ദൈവ ശബ്ദം കേൾക്കുന്നെങ്കിൽ, അങ്ങനെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണത്? അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്ന പോലെ. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവവൈദ്യർ വളരെ സൂക്ഷിക്കേണ്ടത് നിന്റെ ഹൃദയത്തെയാണ്. വിശേഷിച്ച് നിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നോക്കണം. കാര്യം ദൈവരാജ്യത്തിന് അവകാശിയായി തീരണമെന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചെങ്കിലേ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ സാധിക്കത്തുള്ളൂ. നാം ചെന്ന് ചേരുവാനിരിക്കുന്ന ഭവനം പിതാവിന്റെ ഭവനമാണ്. ആ പിതാവിന്റെ ഭവനത്തിൽ പുത്രൻ സകലത്തിനും അധികാരിയാണ്. മോശദാസനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന പോലെയല്ല, യേശു ക്രിസ്തു പിതാവിന്റെ ഭവനത്തിൽ അധികാരിയും പുത്രനുമാണ്. അതുകൊണ്ട് ആ പുത്രനെയാണ് നാം പരിശുദ്ധാത്മാവിനാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം അറിയുന്ന പുത്രനെ നമ്മൾ ഇന്ന് മഹത്വപ്പെടുത്തുമ്പോൾ നാം മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയം നാം കഠിനപ്പെടുത്തരുത്. ഹൃദയം നാം കഠിനപ്പെടുത്തരുത്. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? വായിച്ചേ. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. ഈ വിഷയം അവിടെ വെച്ച്
നിങ്ങളുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന സ്വന്തം ദൈവമക്കളാകുന്ന ക്രിസ്ത്യാനികളോട് സ്വന്തം യഹൂദ മാർഗം വിട്ട് യഹൂദ മതം വിട്ട് രക്ഷിക്കപ്പെട്ട് വരുമ്പോൾ അവരോട് സ്വന്തം യഹൂദ മതത്തിന്റെ പൂർവ്വ ചരിത്രം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുക. പണ്ട് സ്വന്തം ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ജനം ദൈവത്തെ വഴിയിൽ വെച്ച് പരീക്ഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ പരീക്ഷിക്കരുത്. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങൾ അങ്ങനെ പരീക്ഷിക്കരുത്. ദൈവത്താൽ നിങ്ങൾ പരീക്ഷിക്ക ഏൽക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പരീക്ഷിക്കപ്പെടുക. പിതാവിനെ പരീക്ഷിച്ചു, വഴിയിൽ വെച്ച് സ്വർഗീയ പിതാവിനെ പരീക്ഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. നമ്മളിത് വായിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ച, ഞാൻ കഴിഞ്ഞ നാളുകളൊക്കെ വളരെ ചിന്തിച്ചു മണിക്കൂറുകൾ ഇത് ധ്യാനിച്ചൊരു വിഷയമാണ് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. നമുക്ക് സംഖ്യാപുസ്തകം സ്വന്തം അതിന്റെ 13-ാം അധ്യായം 13-ാം അധ്യായം അതിന്റെ അവിടെ നമ്മൾ അതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ മോശ അവിടെ 12 ഗോത്ര പിതാക്കന്മാരെ തെരഞ്ഞെടുത്ത് അവരെ കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് അയക്കുന്ന രംഗമാണ്. ഇവിടെ ദൈവം ഒരു പ്രത്യേക പദ്ധതിക്കായിട്ടാണ് ജനത്തെ, കാര്യം എല്ലാ ഗോത്രപിതാക്കന്മാരെയും കനാൻ ദേശത്തിലേക്ക് അയക്കുമ്പോൾ അവിടെ ചെല്ലണം, ദേശം എങ്ങനെയുണ്ടെന്ന് നോക്കണം, അവിടുത്തെ ഫലവുമായിട്ട് മടങ്ങി വരണം. ഈ ഒരു വലിയ ദൗത്യത്തിലാണ് ഇവിടെ സ്തോത്രം ഗോത്രപിതാക്കന്മാരെ ഇവിടെ മോശ പറഞ്ഞയക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇവിടെ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇവിടെ യോശുവയെയും കാലേബിനെയും ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു രംഗം കാണുന്നുണ്ട്. മനസ്സിലാക്കണം, 10 ഗോത്രങ്ങളും അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവർ കണ്ട കാഴ്ചയെക്കുറിച്ച് നല്ലത് പറയുവാനായിട്ട് താല്പര്യപ്പെട്ടു. അവർ നടന്നു വന്ന മേഖലകളിൽ നല്ലത് കാണുവാനായിട്ട് ഇടയായി. നമുക്ക് ആ രംഗം ഒന്ന് വായിക്കാം. കാര്യം അതിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് വളരെ നേരം അതൊന്ന് ചിന്തിക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. അതിന്റെ 26-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 13-ന്റെ 26. ആമേ, വായിച്ചേ. അവർ യാത്ര ചെയ്ത് മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും വന്ന് വർത്തമാനം അറിയിച്ചു, കാണിച്ചു. അവർ അവരോട് വിവരിച്ചു പറഞ്ഞതെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങൾ ഇതാ. അവിടെ നിൽക്കുക. ഇവിടെ നമ്മളിത് വായിക്കുന്നതിന് മുമ്പേ ഈ മോശ അവരെ അയച്ച രംഗം ഒന്ന് കാണണം. അവിടെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാവോ? സ്തോത്രം. 13-ാം അധ്യായം 1-ാം വാക്യം. അവിടെ വായിക്കുന്നത്, യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുക്കുവാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റു നോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഇവിടെ ശ്രദ്ധിക്കണം, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ വ്യക്തികൾ അയക്കണം. അവർ ആ ഗോത്രത്തിൽ പ്രഭുക്കന്മാരായിരിക്കണം. കണ്ടീഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ആമേൻ. അടുത്തത്, അങ്ങനെ മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാർ ആയിരുന്നു. അവരെല്ലാം ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. അടുത്തത്, അവരുടെ പേരാണിത്. അക്കൂറിന്റെ മകൻ ശമ്മൂവ, ശിമിയോൻ ഗോത്രത്തിൽ കോരിയുടെ മകൻ ശാഫാൻ, യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ഇസാഖാർ ഗോത്രത്തിൽ യോസേഫിന്റെ മകൻ ഈഗൽ, എഫ്രയീം ഗോത്രത്തിൽ നൂന്റെ മകൻ വേഗം വായിക്ക്. ബെന്യാമീൻ വേഗം വായിക്ക്. യാഹൂന്റെ മകൻ പൽത്തി, സെബൂലൂൻ ഗോത്രത്തിൽ സോറിയുടെ മകൻ ഗദിയോൻ, യോസേഫിന്റെ ഗോത്രമായ ഗദ്ദിയേൽ,
സെബുലൂൻ ഗോത്രത്തിൽ സോദിയുടെ മകൻ ഗദിയേൽ. യോസേഫ് ഗോത്രത്തിൽ മനശ്ശെ ഗോത്രത്തിൽ സൂസിയുടെ മകൻ ഗദ്ദി. ദാൻ ഗോത്രത്തിൽ ഗമല്ലിയുടെ മകൻ അമിയേൽ. അശേർ ഗോത്രത്തിൽ മീഖായേലിന്റെ മകൻ സെതൂർ. അടുത്തത് ഗാദ് ഗോത്രത്തിൽ മാഖിയുടെ മകൻ ഗയുവേൽ. സ്വതം ദേശം ഒറ്റ നോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേര് ഇവ തന്നെ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, അടുത്ത് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന്റെ അകത്തുനിന്ന് ഇവിടെ എന്നാൽ മോശ നൂന്റെ മകനായ ഹോശയ്ക്ക്, അപ്പോൾ ഹോശയ്ക്ക് യോശുവ എന്ന പേര് ഇട്ടു. ഇവിടെ ശ്രദ്ധിക്കണം, ഈ 12 ഗോത്രത്തില് ഈ യോശുവയുടെ പേര് ഹോശ എന്നായിരുന്നു. ആ ഹോശേനെ മോശ അവിടെ യോശുവ എന്ന് പേര് മാറ്റി വെച്ചു. അപ്പോൾ ഈ മാറി വിളിക്കപ്പെട്ട ആ പേരുമായിട്ടാണ് യോശുവ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അടുത്തത് മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ചു. അവരോട്, നിങ്ങൾ ഈ വഴിയായി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി ദേശം ഏത് വിധമുള്ളതും അതിൽ കൂടിയിരുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷമുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കി അറിയുവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിന്റെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സീൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകുന്ന വഴിയായി രഹോബ് വരെ ദേശത്തിൽ ശോധന ചെയ്തു. അവിടെ അവർ തെക്കേ ദേശത്ത് കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശശിയും തൽമായും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാറിന് 7 സംവത്സരം മുമ്പേ പണിതായിരുന്നു. ഈ ചരിത്രം ഇതിങ്ങനെ വായിച്ചു വരുമ്പോൾ ഇവിടെ മോശ ഈ ചരിത്രം ഇവിടെ പറയുമ്പോൾ ഇവരെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, യഹൂദ ഗോത്രത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ കാലേബാണ്. പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരാണ്? സ്തോത്രം, ഇവിടെ യോശുവയാണ്. യോശുവ സ്തോത്രം എന്താണ് അവിടെ വായിക്കുന്നത്? എന്താണ് സ്തോത്രം? ഹല്ലേലൂയ. അവിടെ പറയുന്നത് സ്തോത്രം എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകൻ ഹോശയ, അങ്ങനെയാണ് സ്തോത്രം പറയുന്നത്, അല്ലേ? സ്തോത്രം അവിടെ പറയുന്നത് അതിന്റെ 8-ാം വാക്യം, എഫ്രൈം ഗോത്രത്തിൽ നൂന്റെ മകനായ ഹോശയ. അപ്പൊ എഫ്രീമിനെയും യഹൂദയും സ്തോത്രം ഇവിടെ മോശ തെരഞ്ഞെടുത്ത് അവരെ 2 പേരെയും കൊണ്ടാണ് എങ്ങോട്ട് പോകുന്നത്. അവർ 2 പേരെയും കൂടെ ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് വെച്ചാണ് അവരെ അയക്കുന്നത്. എന്നാൽ ഈ 12 പേർക്കും എല്ലാവിധ പ്രാധാന്യമുണ്ട്. ഇവർ അയക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശം. ഇനി ഇവർ ഇത് നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന രംഗമാണ് അതിന്റെ 26-ാം സ്തോത്രം വാക്യം എന്ന് നമ്മൾ കാണുന്നത്. അവർ യാത്ര ചെയ്തു പാരാൻ മരുഭൂമിയിൽ. വായിച്ചോ. അടുക്കൽ വന്ന് അവരോട് സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവരോട് വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി അത് പാലും തേനും കൊടുക്കുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങളിൽ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. സ്തോത്രം. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കരയിൽ യോർദാൻ തീരത്ത് പാർക്കുന്നു. മുമ്പാകെ നാം ചെന്ന് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഇവര് മാത്രമാണ് ഇതിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നത്. വേറെ ആരും ഇതിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം.
ഈ ജനം ഈ കണ്ട ദേശത്തെ, ഈ ചെന്ന് കണ്ട വാഗ്ദത്ത ദേശത്തെ കുറിച്ച് കണ്ടപ്പോൾ ഇവരുടെ സ്വഭാവവും വിധവും അങ്ങ് മാറി, ഇവരുടെ രീതി അങ്ങ് മാറി. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഗോത്രപിതാക്കന്മാര് 10 പേരും 10 ഗോത്രത്തിലും ചെന്ന് കലക്കം ഉണ്ടാക്കി. എന്നാൽ ഈ 2 ഗോത്രത്തില്, യഹൂദാ ഗോത്രത്തിലും എഫ്രൈം ഗോത്രത്തിലും ഈ അയക്കപ്പെട്ട യോശുവയും കാലേബും നല്ല സ്തുതി മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പൊ നോക്കണം, 12 ഗോത്രം ഉണ്ടെങ്കിൽ 10 ഗോത്രവും തെറ്റിപ്പോകുമ്പോൾ നേരെ നിൽക്കുന്നത് 2 ഗോത്രമേ ഉള്ളൂ. ആമേൻ. 2 ഗോത്രമാണ് നേരെ നിൽക്കുന്നത് മനസ്സിലാക്കണം. കാര്യം അതിന്റെ ലീഡേഴ്സ് ആക്കി അവിടെ ആക്കിയിരിക്കുന്ന ഒന്ന് കാലേബും ഒന്ന് യോശുവയുമാണ്. ഇവര് വ്യത്യസ്തമായ സ്വഭാവം. എന്നാൽ ഇത് പറഞ്ഞു. അപ്പോൾ ജനത്തിന്റെ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. വായിച്ചേ. ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചു ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. കണ്ടോ, ഇതാണ് 10 ഗോത്രത്തിനും കേട്ടത്. സഭ മുഴുവനും കലക്കത്തിലായി. 10 ഗോത്രങ്ങൾ ഈ ഗോത്രപിതാക്കന്മാര് പറയുന്ന വാക്ക് കേട്ടപ്പോൾ ശ്രദ്ധിക്കണം, ഈ ചുരുക്കം വരുന്ന യഹൂദാ ഗോത്രവും അതുപോലെ എഫ്രൈം ഗോത്രവും ഇവര് മറ്റുള്ള 10 ഗോത്രത്തിന്റെ നിലവിളിയും ആരവവും കേട്ടോണ്ടിരിക്കാന്ന് ഓർക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. തെറ്റിപ്പോകുന്നവരുടെ എണ്ണം ബഹുഭൂരിപക്ഷമായിരിക്കും. അതിന്റെ നടുവിലാണ് നീ നിന്റെ വിശ്വാസം ഉറപ്പിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എല്ലാ 12 ഗോത്രവും നന്നാവുകയല്ല. ഇതിന്റെ അകത്ത് ഈ ദുർവർത്തമാനം അറിയിക്കുന്നവർ ഒത്തിരിയുണ്ട്. സത്യം സംസാരിക്കാതെ ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവകൃപയിലേക്ക് അടുപ്പിക്കാത്തതുമാകുന്ന, 2 കൊണ്ട് അകറ്റിക്കളയുകയും ചെയ്യുന്നുണ്ട്, അടുപ്പിക്കാതെ ഇരുത്തുന്നുണ്ട്. 2 പേർ ഒരു പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. ഇവര് ദുർവർത്തമാനം കൊണ്ടുവന്ന് ജനത്തിന്റെ ഇടയിൽ അയക്കുകയാണ്. അവിടെ പറയുന്നത് മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനം ഒക്കെയും അതികായകന്മാർ അടുത്തത്. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് അവരുടെ കണ്ണിൽ കൂടെ നോക്കി ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നതെന്ന് ഒന്നുകൂടെ വായിച്ചാട്ടെ. അവർ യാത്ര ചെയ്ത് മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ, അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്ക് തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിക്കുവാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കണം, നാം ഈ വിഷയത്തില് തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരുടെ നടുവിൽ ശ്രദ്ധിക്കണം, കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഉറപ്പുള്ളവരായിട്ട് നിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് വ്യക്തിപരമാണ്.
ഇതിനാരും നമുക്ക് അനുകൂലമായ ഒരു വാക്ക് പോലും പറയാനില്ലെങ്കിലും നാം നമ്മുടെ മേൽ നിയോഗിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിവർത്തിച്ചേ മതിയാകത്തുള്ളൂ. കാര്യങ്ങൾ ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മേലുള്ള മഹാനിയോഗം, ആ ദൗത്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ കൂടെയുള്ള പലരും പലതും പറഞ്ഞ് ദൈവപ്രവൃത്തിയിൽ നിന്ന് അകന്നു പോകും. എന്തുകൊണ്ടാ? വാസസ്ഥലം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അവിടെ മോശ തന്റെ ഭവനത്തിലേക്ക് വിശ്വസ്തനായിരുന്നു. അപ്പോൾ നാം വിശ്വസ്തരായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ആത്മീക ജീവിതത്തിൽ കാണുന്നതെങ്കിലും അതിന്റെ അകത്തൂടെ നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് കാണുവാൻ നാം മറന്നു പോകരുത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ നടത്തുവാൻ പദ്ധതിയിട്ടാൽ നാം കർത്താവിന്റെ പദ്ധതിക്കായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിലേ നമുക്കത് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ചു ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാരാകുന്നു. ശ്രദ്ധിക്കണമേ, അഭിഷേകമില്ലാതെ നീ ക്രിസ്ത്യ ജീവിതത്തിൽ നിൽക്കുകയാണെങ്കിൽ നിന്റെ ശത്രുവിന്റെ ബലം നിന്നെ ഭയപ്പെടുത്തു എന്ന് മനസ്സിലാക്കണം. ലോകത്തിന്റെ ഭാവങ്ങൾ കണ്ടാ നീ അതിൽ മയങ്ങി വീഴുന്നുണ്ട്. ശ്രദ്ധിച്ചോണം, നിന്നിൽ അഭിഷേകത്തെയാണോ നീ അനുസരിച്ച് നടക്കുന്നത് എന്ന് അടിവരയിട്ട് ചോദിക്കേണ്ട ഒരു സമയത്തേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിയിരിക്കുകയാണ്. ആമേൻ. അപ്പോൾ മനസ്സിലാവും, അവർ അതികായകന്മാരാണ്. അടുത്തത് സ്തോത്രം, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യമല്ലന്മാരെ കണ്ടു. അടുത്തത് കണ്ടു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ. ഇത് സഭയ്ക്കകത്ത് ഇത് കിടന്ന് കളിക്കുന്നുണ്ട് ഒത്തിരി. ആമേൻ. രക്ഷിക്കപ്പെടാത്ത ലോകമക്കളുടെ മുമ്പിൽ ദൈവകൃപയിലിരിക്കുന്ന നിന്റെ ആത്മീകത്തെ എടുത്ത് ഒരു തട്ടിൽ വെച്ചിട്ട് മറുവ തട്ടിൽ ലോകത്തെ വെച്ചിട്ട് അളക്കുവാൻ പിശാചിന്റെ കയ്യിലെ ആയുധങ്ങളാക്കി ചിലരുടെ ജീവിതം ഇതുപോലെ ദുർവർത്തമാനം സംസാരിക്കുന്നുണ്ട് ദൈവസഭയ്ക്കകത്ത്. മനസ്സിലാകുന്നുണ്ടോ? നീ ലോകത്തോടുകൂടെ എണ്ണപ്പെടേണ്ടവനല്ല. നീ ദൈവവൈതലാണെങ്കിൽ ദൈവകൃപയ്ക്കൊത്തവണ്ണം നടക്കണം. ലോകത്തെ വെച്ച് നിന്നെ അളക്കുന്ന നാവുകളുണ്ടെങ്കിൽ ഇന്ന് പകൽനേരം ശ്രദ്ധിക്കണമേ, വാഗ്ദത്ത നാട് കാണത്തില്ല. ആമേൻ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാവോ? നമ്മളവിടെ വായിക്കുമ്പോൾ അതിന്റെ 14-ാം അധ്യായത്തില് അവിടെ അതിന്റെ 24-ാം വാക്യം 14-24 വായിക്കുന്ന ഇങ്ങനെയാണ്: എന്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അപ്പോൾ ബാക്കി നിൽക്കുന്ന 11 ഗോത്രങ്ങളോ? യഹൂദ ഗോത്രത്തെ ഞാൻ അവിടെ എത്തിക്കും. അവന്റെ വാക്ക് യഹൂദ ഗോത്രം കേൾക്കും. അവരെ ഞാൻ അവിടെ എത്തിക്കും. ശ്രദ്ധിക്കണം, ദൈവ ശബ്ദത്തിന് യഥാർത്ഥമായി കീഴടങ്ങുന്ന അവന്റെ കാര്യത്തിന് സ്വർഗം ഏറ്റെടുക്കും കേട്ടോ. 10 ഗോത്രവും ഇതുപോലെ ദുർവർത്തമാനം കേട്ട് ചാടാൻ വേണ്ടി നടക്കും. പക്ഷെ നീ ദൈവാത്മാവിന്റെ ശബ്ദം കേട്ടാണോ ഇറങ്ങിയിരിക്കുന്നത്? നീ മരുഭൂമിയിലാണെങ്കിലും നിന്റെ വാഗ്ദത്തത്തിന് ചുറ്റും കനാന്യ ശക്തികളും അതുപോലെ ഈ പറയുന്ന ജാതീയ ശക്തികളും അനാക്യമല്ലന്മാരും നിന്നാലും ശരി, അതിന്റെ നടുവിലെ നന്മ നീ പറയുന്നെങ്കിൽ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കാലേബോ, അവൻ വേറൊരു സ്വഭാവമുള്ളവൻ. എന്താണ് ആ സ്വഭാവം? ജനത്തെ അമർത്തി. ശ്രദ്ധിക്കണം, ജനത്തെ അമർത്തി ദുർവർത്തമാനം പറയുവാൻ ഇവനെ പോലെ അയക്കപ്പെട്ട ബാക്കി കുറെ മൂപ്പന്മാരും ഓരോ ഗോത്രത്തിലെ പ്രഭുക്കന്മാർ അപ്പുറത്തുനിന്ന് ദുർവർത്തമാനം പറയുക. അവരെ അമർത്തുന്ന കൃപയാണ് ദൈവം കാലേബിന്റെ മേൽ പകർന്നു മറന്നു പോകരുത്. അമർത്തി കണ്ടോ, ജയിക്കുവാൻ കഴിയും. അതായത് ഈ ലോകത്തിന്റെ മോഹത്തെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ ശരണപ്പെട്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്നെങ്കിൽ നിനക്ക് ഇതിനെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് വിശ്വാസത്തോടെ പറയുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മളെ സംഘടനയല്ല നടത്തേണ്ടത്, ദൈവം നടത്തണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ നടത്തേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം. പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ നീ വഴിയിൽ കാണുന്ന പലതും ഇതുപോലെ അനാക്യമല്ലന്മാരെ പോലെ അതികായന്മാരെ പോലെ നിൽക്കുന്ന പല കാഴ്ചകൾ നിന്റെ ക്രിസ്തീയ ജീവിതത്തിന് നേരെ ആത്മാവിന്റെ പ്രവൃത്തിക്ക് എതിരെ നിൽക്കുമ്പോഴോ നീ കൃപ പ്രാപിച്ച് അതിനെ അമർത്തുന്നെങ്കിൽ നീ വാഗ്ദത്ത നാട് കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ കാലേബോ, അവൻ മറ്റൊരു സ്വഭാവം, വേറൊരു സ്വഭാവം ഉള്ളത് കൊണ്ട് എന്നെ പൂർണ്ണമായി
അനുസരിച്ചതും കൊണ്ട്. വെറുതെ അല്ല. ഹല്ലേലൂയ. വേറെ സ്വഭാവം ഉണ്ടായാൽ മാത്രം പോരെ, അനുസരണവും വേണം. ഹല്ലേലൂയ. ചിലർക്ക് അനുസരണമില്ല ജീവിതത്തില്. സഭായോഗം മുടക്കി പോകുന്നവരുണ്ട്. കർത്താവിനെ ആരാധിക്കാൻ മനസ്സില്ലാത്തവരുണ്ട്, പ്രാർത്ഥിക്കാത്തവരുണ്ട്, കർത്താവിന്റെ വഴികളെ ഗ്രഹിക്കാത്തവരുണ്ട്. മനസ്സിലാക്കണം, ഈ വഴികളൊന്നും അങ്ങനെയുള്ളവരൊന്നും പോകില്ല. 10 ഗോത്രവും വിചാരിക്കുന്ന ഞങ്ങളുടെ നിലവിളിയുടെ മുമ്പിൽ ബാക്കി 2 ഗോത്രവും കൂടെ അഡ്ജസ്റ്റ് ആകുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞതില്ല, കാലേബ് വാഗ്ദത്ത നാട് കയറുന്നു എന്ന് പറഞ്ഞ യഹൂദാ ഗോത്രം ഒന്ന് ചെല്ലുന്ന, ബാക്കി 11 ചത്താലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ബാക്കി 10 ഗോത്രവും പോയാലും കുഴപ്പമില്ലെന്നേ. കാര്യം നിന്നെ ഞാൻ അവിടെ എത്തിക്കുക. ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കലക്കം വരുമ്പോൾ ദൈവത്തിന്റെ പ്ലാൻ വെളിപ്പെടും. ഹല്ലേലൂയ. എന്താണ് കലക്കിയവൻ പ്രാപിക്കാതെ ഇരിക്കുമ്പോൾ കലക്കത്തെ അമർത്തിയവൻ അക്കരെ നാട് പിടിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ആമേൻ. ഇന്ന് ഈ സഭകളുടെ അകത്ത് ആത്മീക തലത്തില് അനേക കലക്കങ്ങൾ, അനേകർ പല വിഷയങ്ങൾ, രാഷ്ട്രീയം കൊണ്ട് കലക്കുന്നുണ്ട്, മതസംഘടനകൾ കൊണ്ട് കലക്കുന്നുണ്ട്, വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള പല സ്വാധീനങ്ങൾ സഭയ്ക്കകത്തിട്ട് കലക്കി 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 ദൈവം വെച്ച വ്യവസ്ഥയെ കാണാത്ത നിലവാരത്തിലാക്കുകയാണ്. ഇതിന്റെ നടുവിൽ കാലേബിനെ പോലെ വേറൊരു സ്വഭാവത്തോടുകൂടെ ദൈവത്തെ അനുസരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ പ്ലാൻ ചെയ്ത നീ അക്കരെ നാട് കടക്കുമെന്ന് ഇന്ന് പകൽ നേരം അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതിന്റെ തൊട്ടിപ്പുറം നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 14-ാം അധ്യായത്തിന്റെ അകത്ത് തന്നെ വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, അതിന്റെ 28 വായിക്കണം. അവരോട് പറയുവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന്റെ 29-ാം വാക്യം, ഈ മരുഭൂമിയിൽ ഇവിടെ ശ്രദ്ധിക്കണം, ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. അടുത്തത് യഹൂന്നയുടെ മകൻ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യഹൂന്നയുടെ മകൻ കാലേബും. അടുത്തത്, അടുത്ത വാക്യം, നൂന്റെ മകൻ. പേര് മാറ്റിയതാരാ? മോശയുടെ. മോശയാണ് നൂന്റെ മകൻ യോശുവ എന്നിട്ടത്. ഹോശയ മാറി, ഇപ്പൊ യോശുവയായി. അത് ദൈവം അങ്ങ് സീൽ ചെയ്ത്, മനസ്സിലാവുന്നു? അത് കർത്താവ് അങ്ങ് സീൽ ചെയ്ത്. 11 ഗോത്രങ്ങളും പോകുമ്പോ, എടാ നിന്റെ ഗോത്രത്തിന്റെ പേരൊക്കെ മാറ്റിയില്ലേ, അതൊക്കെ ആദ്യം പരിഹാസമായിരിക്കും. പക്ഷേ അടുത്തത് ഈ ജനത്തെ നടത്തേണ്ടത് ആരാന്നറിയാവോ? യോശുവയ. കാര്യം എന്നാന്നറിയാവോ? യോശുവയും കാലേബും വസ്ത്രം കീറി. എന്ത്? എവിടെ? സ്തോത്രം. അതിന്റെ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, 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 അതിന്റെ സ്തോത്രം, അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 14:3 മുതൽ വായിച്ചേ. ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. അല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം, ഇസ്രായേൽ മക്കൾ ഇവിടെ പറയുകയാണ്, ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ വയ്യ, പിന്നെ എന്നാ വേണം? ഇനി ഒരു തലവനെ നിശ്ചയിച്ചു. അപ്പൊ ഞാൻ പറയട്ടെ, കർത്താവ് ഒരു തലവനെ നിശ്ചയിച്ചായിരുന്നു. അവന്റെ പേരെന്നാ? മോശ. ഇപ്പൊ മോശ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാക്കണം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ ലംഘിച്ചിട്ട് മറ്റൊരു തലവനെ തെരഞ്ഞെടുക്കുന്നവനെല്ലാം മരുഭൂമി തീരും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലരങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്ന ദൈവം ഒരു ദൈവവചനൊരു ദൈവദാസന്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവദാസനെ അനുസരിച്ച് ആത്മാവ് നടത്തപ്പെടുന്നെങ്കിൽ അത് മനസ്സിലാക്കി ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലയെ കുറിച്ച് പറയുമ്പോൾ അതിനോട് മറുതലിച്ച് സ്തോത്രം, ഹല്ലേലൂയ, അതിൽ നിന്ന് വഴിതിരിഞ്ഞ് നടക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കണം, എന്ത് അവരെ പറയുന്നു? ഇനി ആ വ്യക്തിയുടെ കൂടെ പോകാൻ എനിക്ക് വയ്യ. മനസ്സിലായി? ഇനി ആ വ്യക്തിയുടെ കൂടെ പോകാൻ എനിക്ക് വയ്യ. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് കിടക്കുന്ന ഈ ജനം എന്തു പ്രതീക്ഷിച്ചാണ് മരുഭൂമിയിലേക്ക് കയറിയത്? വാഗ്ദത്ത നാട്ടിലേക്കാ. വാഗ്ദത്ത നാട് ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ള കോമൺ സെൻസ് ഇല്ലല്ലോ ഇവർക്ക്.
ഇതൊക്കെ സഹിച്ചാണ് വാഗ്ദത്ത നാട്ടിൽ കയറേണ്ടത് എന്നുള്ള തിരിച്ചറിവില്ല. ഞാനൊരു കാര്യം പറയാം, മരുഭൂമിയിൽ നീ കണ്ടതും നീ കേട്ടതും അനുഭവിച്ചതുമായത് അസാധാരണമല്ല. ഇത് നിയമിക്കപ്പെട്ടതാണ്. ഇത് അനുഭവിച്ച് കണ്ടും കേട്ടും തന്നെ മുമ്പോട്ട് പോകല് നടക്കത്തുള്ളൂ. ചിലർക്ക് കഷ്ടതയും പ്രയാസവും വരുമ്പോൾ അപ്പോ ഭയങ്കര പ്രയാസമാണ്, അവർക്ക് സഹിക്കാൻ മേല, വല്ലാത്ത വേദനകൾ, ദുഃഖം, ക്ഷീണം, പറയാത്തതില്ല, കേൾക്കാത്തതില്ല. അതുപോലെ ആകുമ്പോൾ മനസ്സിലാക്കിക്കണം കേട്ടോ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ മണൽപ്പരപ്പിലൂടെ നീ നടക്കേണ്ടി വരുമ്പോൾ ഇതിലൂടെ നീ നേരിടുന്നതിനെ കണ്ടുകൊണ്ട് നിന്റെ നാവ് അയോഗ്യമായി ഉപയോഗിക്കരുത്. വാഗ്ദത്ത നാട് കാണത്തില്ല. ഹല്ലേലൂയ. ചിലര് കൂടാരത്തിലിരുന്ന് പറയുന്ന കാര്യങ്ങൾക്കൊന്നും പുറത്ത് റെക്കോർഡില്ല. പലതും പറയുന്നു, തോന്നിവാസം എല്ലാം സംസാരിച്ച് മുമ്പോട്ട് ജീവിക്കുക. ആരാ എന്നെ നിയന്ത്രിക്കാൻ, ആരുണ്ട് എന്നോട് എതിർക്കാൻ, ആരുണ്ട് എന്നെ തിരുത്താൻ, ഇങ്ങനെ വല്ലാത്ത നെഗളിച്ച അനുഭൂതി പോവുകയാണ്. ഇപ്പോൾ ഈ ജനവും അതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. അവരെ അങ്ങ് കൊണ്ടുപോകുവാൻ പറ്റത്തില്ല, ഇനി മുമ്പോട്ട് പോകുവാൻ പറ്റത്തില്ല. ആ സ്ഥിതിയിൽ ഇസ്രായേൽ എത്തിത്തീർന്നു എന്നാണ് മനസ്സിലാക്കുക. അടുത്ത വാക്യം വായിച്ചേ. തലവനെ നിശ്ചയിച്ച തിരിച്ചൊരു ചോദ്യം, ഈ 400 വർഷം 430 വർഷം നീ അനുഭവിച്ചതൊക്കെ മറന്നോ ഒരു നിമിഷം കൊണ്ട്? ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി. കഷ്ടങ്ങൾ ആരംഭത്തിലുള്ള മിസ്രൈമിന്റെ കഷ്ടങ്ങളൊക്കെ മാറി നീ ഓടുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ ചില പ്രതിസന്ധികൾ വരുമ്പോൾ നീ പലതും മറക്കുവാൻ തുടങ്ങും. പഴയതൊക്കെ നീ വിട്ടുകളയാൻ തുടങ്ങും. മറന്നു പോകരുത്, നിന്നെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നാണ് വിടുവിച്ച് കർത്താവ് ഈ കൃപയിൽ കൊണ്ടുവന്നത്. നീ മടങ്ങി പാപത്തിന്റെ വഴിയിലേക്ക് പോകുവാനോ, ലോകമാണ് നല്ലത്, അങ്ങനെ ലോകക്കാരെ പോലെ ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പോയെങ്കിൽ പകരം നീ ഈ മരുഭൂമി കൊണ്ട് അവസാനിക്കും. അടുത്ത വായിച്ചേ. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വ സംഘത്തിന്റെയും മുൻപാകെ കടന്നു വീണു. സ്തോത്രം. യോശുവ അവിടെ മോശയും സ്തോത്രം ആരൊക്കെയാണ്? അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വ സംഘത്തിനു മുൻപാകെ കമിഴ്ന്നു വീണു. വായിക്ക്. ദേശത്തെ ഒറ്റുനോക്കുന്നവരിൽ നൂന്റെ മകൻ യോശുവായും യഹൂനയുടെ മകൻ കാലേബും വസ്ത്രം കീറി. ശ്രദ്ധിക്കണം, ഈ 2 പേര് അവിടെ വെച്ച് സ്തോത്രം വസ്ത്രം കീറി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്താ കാരണം? ഇവരുടെ വാക്ക് കേൾക്കുമ്പോൾ വസ്ത്രം കീറുവാൻ തക്കവണ്ണം സ്തോത്രം ദൈവത്തിന്റെ ദർശനവും ദൈവത്തിന്റെ വെളിപ്പാടും അവനെ അങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കോണം, ഇത് ദൈവ പ്രവൃത്തിയാണെന്ന്. ഞാനൊരു കാര്യം പറയാം, അനേകരുടെ തീരുമാനം ഇങ്ങനെയാണ്, മടങ്ങിപ്പോകണം, പഴയതുപോലെ ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ക്രിസ്തീയ മാർഗത്തിൽ. ആമേൻ. അനേകർ ഇതുപോലെ മടങ്ങിച്ചെന്ന് പഴയ വിധത്തിൽ ജീവിക്കുക, ഒരു വ്യത്യാസവും ഇല്ലാത്ത നിലവാരത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനസ്സിലാക്കണം, അങ്ങനെയുള്ളവരൊന്നും വാഗ്ദത്ത നാട് കാണത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഈ വാക്യത്തില് എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതിന്റെ 3:9 വായിക്കുന്ന അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവർത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അപ്പോൾ മനസ്സിലാക്കണം, നാം ഈ നാളുകളിൽ മരുഭൂമി കൂടെ പോയാൽ നമ്മുടെ ഈ മരുഭൂമി ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി വരും. ഇത് നീ പ്രതീക്ഷിച്ചിരിക്കണം, അല്ലാതെ നീ എങ്ങനെയാ വാഗ്ദത്ത നാട് കിടക്കുന്നേ? സ്വർഗരാജ്യത്തിൽ പോകാൻ ആദ്യം ഈ ആയുസ്സിൽ ഇരുന്ന് ഈ ലോകത്തിന്റെ മോഹത്തെ ജയിക്കാനാണ് നിന്നെ വെച്ചിരിക്കുന്നത്. ഇതിനെ ജയിക്കുകയും ദൈവരാജ്യം പ്രാപിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഇതിനാണ് കർത്താവ് നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അവിടെ വായിക്കുന്ന, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അടുത്തത് എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. കണ്ടോ, അവരെപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയം. നമ്മൾ വായിച്ച ആ ഭാഗത്തിൽ വരുമ്പോഴും അതിന്റെ 14 സംഖ്യാപുസ്തകം 14:1 വായിക്കുന്ന ഇങ്ങനെ, അപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു. എപ്പോഴാണ്? അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെയും അനാക്യന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. വലിയ മഹാന്മാരാണ് പറയുന്നത്, ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സഭയ്ക്കകത്ത് ഇതിന്റെ ഒന്നും നിലനിൽപ്പോ അവസ്ഥയില്ലാതെ എല്ലാം കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന ഈ വാക്ക് കേട്ടാൽ എന്തായിത്തീരും അവരുടെ അവസ്ഥ? ശ്രദ്ധിക്കണം, അനേകർ പാപ സ്വഭാവത്തിലേക്ക് തിരിയുകയാണ്.
അനേകർ ലോകമോഹങ്ങളിലേക്ക് തിരിയുകയാണ്. സഭയ്ക്കകത്ത് രാഷ്ട്രീയ വൽക്കരിക്കുന്ന എല്ലാ നിലവാരങ്ങളും ഇതിൻ്റെ അകത്ത് കണ്ടുകൊണ്ടായിരിക്കുന്നത്. ആമേൻ. സഭയ്ക്കകത്ത് ഇതുപോലെ രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച് പല സംഹിതകളും ചിന്തകളും ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അന്ന് അവിടെ നടന്നതുപോലെ പല പാർട്ടികളും പുറത്ത് രൂപീകരിച്ചതുപോലെ ഇതിന്റെ അകത്തും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള കൂട്ടുകെട്ടുകളുണ്ട്. ഇതൊക്കെ തെറ്റ് തന്നെയാണ്. ഹല്ലേലൂയ. ദൈവസഭ വിശുദ്ധമായിരിക്കണം. നമ്മുടെ നടുവിൽ ജീവനുള്ള ദൈവമുണ്ട്. അതുകൊണ്ട് നാം അവയെ വിട്ടകന്ന് നമ്മൾ വിശുദ്ധിയോടെ നിന്നെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ കൈക്കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് അനേകരിൽ പ്രസാദിക്കുന്നില്ല ദൈവം. അനേകരിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല. കാരണം എന്താണ്? അവരിൽ മിക്കപേരിൽ ദൈവം പ്രസാദിക്കാതെ വേണ്ട ദൈവത്തെ പരീക്ഷിച്ച ഒരു വലിയ കൂട്ടത്തിന്റെ നടുവിലാണ് ഇന്ന് ഞാനും നിങ്ങളും ക്രിസ്തീയ ജീവിതം നയിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇത് വാണിംഗ് ആയിട്ട് ദൈവസഭയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉറപ്പോടുകൂടിയിരിക്കുന്ന വ്യക്തികളല്ല തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന ദൈവവചനം സ്വന്തം സഭയ്ക്കകത്തിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ തെറ്റിപ്പോയവരാണോ എന്ന് പരിശോധിക്കുകയും തെറ്റിയിരിക്കുന്നവരെ ഉറപ്പിക്കുകയും ചെയ്യേണ്ട വലിയ ദൗത്യം സഭയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കണം. കരങ്ങൾ ഉദ്യോഗത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികൾ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ശ്രദ്ധിക്കണം, കണ്ട, അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. അത് തന്നെയാണ് 14-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്നത്. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഹൂന്നയുടെ മകനായ കാലേബും നൂന്റെ മകനായ യോശുവയും ഒഴികെ 20 വയസ്സിന് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എന്റെ നേരെ പിറുവിറുത്തരായി നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളുടെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കുകയില്ല. അപ്പോൾ കർത്താവ് നമുക്കൊരു ദേശം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ വാസസ്ഥലത്തേക്കും ഇതുപോലെ പിറുപിറുക്കുന്നവരെ എത്തിക്കുകയില്ല ദൈവം. ആമേൻ. ഹല്ലേലൂയ. അനേകരുടെ അടുക്ക പ്രാർത്ഥനയ്ക്കായിട്ട് ചെല്ലുമ്പോൾ പരാതികളെ പറയാനുള്ളൂ, പരിഭവങ്ങളെ പറയാനുള്ളൂ. എന്താണ്? എനിക്ക് വയ്യ, ഇതിന്റെ അകത്ത് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല, ഞാൻ മടുത്തിരിക്കട്ടെ. എന്തുകൊണ്ടാണ് നീ മടുത്തത്? എന്തുകൊണ്ടാണ് നീ തളർന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ദുർവർത്തമാനം കേട്ടാണ്, സാത്താന്റെ ദുർവർത്തമാനം കേട്ടാണ് നീ തകർന്നതെങ്കിൽ ഇന്ന് പകർന്ന് നീ മടങ്ങി വരണം. ആത്മാവിനാല് ശത്രുവിന്റെ പ്രവർത്തികൾക്ക് നേരെ നിൽക്കുവാൻ നീ കൃപ പ്രാപിക്കുന്നെങ്കിൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നേരം മനസ്സിലാക്കണം, നാമവും തിരിഞ്ഞ് ലോകത്തിന്റെ വഴിയിൽ പോകരുത്. ദൈവത്തിന്റെ വചനമോട് പറയുന്നത് എന്താണ്? അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും. കണ്ടോ, കർത്താവിന്റെ വഴി അറിയുന്നില്ല. വർഷങ്ങളായി വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. പിറുപിറുക്കുവാനുള്ള കാരണം ലോകത്തിൽ അവരുടെ വിശ്വാസത്തിന് നേരെ നിൽക്കുന്ന പല പ്രതിസന്ധികളെ ജയിക്കാൻ മനസ്സില്ലാതെ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയവരാണ്. ഈ വചനപ്രകാരം പറഞ്ഞാൽ കർത്താവിന്റെ വഴികളെ ഗ്രഹിക്കാതിരിക്കുന്നവരാ. കർത്താവിന്റെ വഴികളെ ഗ്രഹിച്ചവരാണെങ്കിൽ സാഹചര്യങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുകയില്ല. മനസ്സിലാക്കണം, നീ വിശ്വാസിയാണോ, രക്ഷിക്കപ്പെട്ടതാണോ, ദൈവത്തിന് വാഗ്ദത്തമുണ്ട്, നിന്റെ മുമ്പിൽ പരീക്ഷ കടന്നു വരുമ്പോൾ നീ അതിനെ ജയിക്കാൻ തയ്യാറാകണം. ജയിക്കുന്നില്ലെങ്കിൽ, നീ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെടുന്നവനാണെങ്കിൽ മനസ്സിലാക്കണം, അക്കരെ നാട്ടിലേക്കുള്ള പ്രവേശനം നിനക്ക് നിരോധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതിരിക്കരുത്. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത്, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അടുത്ത വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുവാൻ ഇടയുണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു വ്യക്തമായിട്ട് വായിക്കാം. കാരണം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എന്താ ഇവർ അവിശ്വസിച്ചത്? കനാൻ ദേശത്തെ കുറിച്ചുള്ള ആലോചന കേട്ടപ്പോൾ ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഒന്ന്. രണ്ടാമത് അവിടെ വായിക്കുന്നത് എന്താണ്? അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. എന്താണ് ദുഷ്ടഹൃദയം? നീ അനാക്യമല്ലന്മാരോട് പടവെട്ടി, കനാന്യ ശക്തികളോട് പടവെട്ടി, ചുറ്റും കിടക്കുന്ന ജാതി ശക്തികളോട് പടവെട്ടി നീ വാഗ്ദത്ത നാട് പിടിക്കണം.
ഇത് കേട്ടപ്പോൾ ഇവർ സ്തോത്രം ഉള്ള കലങ്ങി. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? വാഗ്ദത്ത നാട് പ്രാപിക്കാൻ യുദ്ധം ചെയ്യേണ്ടി വരും. അതാണ് ഇവരെ തളർത്തിക്കളഞ്ഞത്. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്ത് നിന്റെ വിശ്വാസം സൂക്ഷിക്കാൻ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് മനസ്സില്ലാതെ സാഹചര്യങ്ങൾക്ക് വഴിപ്പെട്ടിട്ട് സ്തോത്രം നിലവിളിക്കുന്ന ഒത്തിരി പേര് വിശ്വാസത്തിലുണ്ട്. സാഹചര്യങ്ങൾക്കൊക്കെയും വഴിപ്പെട്ടു. അരുത് എന്ന് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്ന പലതും ജീവിതത്തിൽ ചെയ്തിട്ട് ഇരുട്ടിലും അന്ധതമസിലും ഇരിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കാര്യം? ഹൃദയം കഠിനപ്പെട്ടു പോയി. ഇതിനൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹൃദയം ദുഷ്ട ഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. അപ്പോ ദുഷ്ട ഹൃദയം എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇന്നും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അരുതെന്ന് പറഞ്ഞ പലതും അരുതെന്ന് വെച്ച് കർത്താവിൻ്റെലേക്ക് നോക്കി ഓടുവാൻ മനസ്സില്ലാതെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ലോത്ത് ഓടുമ്പോൾ പിറകിലോട്ട് നോക്കി നിൽക്കുന്ന ലോത്തിന്റെ ഭാര്യയെ പോലുള്ള ചില ജീവിതങ്ങളുണ്ട്. അവർക്ക് പുറകിലുള്ളതാ വിഷയം. ഈ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയ അനേകര് ഇന്ന് ലോകസുഖത്തിന്റെ പുറകിൽ നിന്ന് വിട്ടിട്ടില്ല. അതിനെ ജയിക്കുവാനായിട്ട് കഴിയുന്നില്ല. നിനക്ക് ആവശ്യമുള്ളതുണ്ട്, പക്ഷേ ലോകത്തിലുള്ള ഒന്നും നിന്നെ ഭരിക്കരുത്. നിന്നെ ഭരിച്ചാൽ, നിന്നെ കീഴ്പ്പെടുത്തിയാൽ മനസ്സിലാക്കണം, ദുഷ്ടഹൃദയമാണ് നിന്നിൽ ഇരിക്കുന്നത്. അക്കരതാണ് നീ കടക്കുകയില്ല. എന്താണ് ആ വാക്യം വായിക്കുന്നത്? സ്തോത്രം. അവിടെ വായിക്കുന്നത്, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. അവിടെ 13-ാം വാക്യം വായിക്കുന്നത് എന്താണ്? നിങ്ങൾ ആരും 12 കൂടെ കൂട്ടി വായിക്കുന്നു. ഫ്ലോ കിട്ടട്ടെ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെറ്റിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. ഇവിടെ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണെന്നറിയാവോ ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടത്? ഇവർ പാപം ചെയ്തു. ഇവർ ചെയ്ത പാപങ്ങളൊന്നും ഏറ്റു പറയാതെ ജീവിച്ച് മുമ്പോട്ട് പോയി. ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് അനേകര് പാപം ചെയ്ത് മുമ്പോട്ട് ജീവിക്കും, പക്ഷെ അവർ ഏറ്റു പറയുന്നില്ല. ലൈസൻസ് അന്വേഷിക്കുകയാണ്. എങ്ങനെ എനിക്ക് പാപം ചെയ്താലും ആരും അറിയുന്നു. ഇന്ന് അനേകര് പ്രവാചകന്മാരെ പേടിക്കുന്നത്. പണ്ടാ അങ്ങനെ. ഇന്ന് പ്രവാചകന്മാരെ പേടിക്കണ്ട. കാരണം വന്നാൽ ഉടനെ പ്രോസ്പെക്റ്റിയുടെ ദൂതുമായിട്ടാ വരുള്ളൂ. നിന്നെ എങ്ങനെ ഏത് ഗോല്യാത്തിനെ അനുഗ്രഹിക്കാമെന്നുള്ള റിസർച്ച് നടക്കുന്ന കുറെ പ്രവാചകന്മാരുണ്ട്, കള്ളപ്രവാചകന്മാർ. ഇവർ ആ നിലവാരത്തിലാണ്. ഏത് തരത്തിലും ദുരുപദേശം പ്രസംഗിക്കുന്നവനും സ്തോത്രം എങ്ങനെയും ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. പാപം ചെയ്തവന്റെ പാപം വെളിപ്പെടുത്തത്തില്ല. പാപം ചെയ്ത് ദുർനടപ്പിൽ ഇരിക്കുന്നവന്റെ പാപം വെളിപ്പെടുത്താതിരിക്കുന്നു. അത് ചെയ്തിട്ട് ഇവൻ ക്രിസ്തീയ ജീവിതമാകുന്ന ഈ മരുഭൂയാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ പ്രാണനാന്നറിയാവോ? പാപം ചെയ്തവനെ ഇതിന്റെ ഇടയിൽ നിന്ന് മുടിച്ചു കളയണം. ഇവൻ പാപം ചെയ്ത് ഏറ്റുപറയാതെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഇവന് പ്രതികൂലമായിരിക്കുകയാണ്. ദൈവത്തിലേക്ക് ഇവൻ തിരിയുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ദൈവം എങ്ങനെയാണ് ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്നത്? ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത്? ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കാതെ ദൈവം ഇതിന്റെ നടുവിൽ നിന്ന് ചിലതിനെ നീക്കിക്കളയും. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം ശ്രദ്ധിക്കണം. അതിന്റെ 13-ാം വാക്യം, നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും. അപ്പൊ ഈ പ്രബോധനം എന്താ? പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. ഈ പ്രബോധനം കേട്ടിട്ടുള്ളവരാണെങ്കിലേ ദൈവത്തിന് മഹത്വം കൊടുക്കരുത്. ഇന്നത്തെ പ്രബോധനങ്ങൾ പാപത്തെ വിരോധിക്കുവാൻ പഠിപ്പിക്കുന്നില്ല. പലരും പാപത്തിനെതിരെ നിൽക്കുവാൻ പഠിപ്പിക്കുന്നില്ല. പാപത്തിന് വിധേയപ്പെട്ടാലും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്ന കുരുടന്മാരായ വഴികാട്ടികളാണ് ഇന്ന് ഈ കാലഘട്ടത്തിലെ ശാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തത് വായിച്ചേ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ പങ്കാളികളായി തീർന്നിരിക്കുന്നു. അതായത് മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള സന്തോഷം കനാൻ ദേശത്തിലും കടക്കുമ്പോഴും കാണുവാൻ നാം ഒരുങ്ങിയിരിക്കുന്നവണം. നമ്മുടെ മുമ്പിൽ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ
അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇന്ന് പകൽ നേരം ഈ വചനങ്ങളാൽ സ്വർഗ്ഗം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ പടകില് ശത്രുവിന്റെ പല കാറ്റുകളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് പകൽ നേരം നമ്മൾ അവിശ്വാസമുള്ള ഒരു ദുഷ്ട ഹൃദയം ഉണ്ടാകരുത്. പാപത്തിന്റെ ചതിയാൽ നാം കഠിനപ്പെടരുത്. ഇസ്രായേലിൽ വെച്ച് പുറപ്പെട്ട ജനം, അവരുടെ പിതാക്കന്മാർ അനേകർ എന്നെ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിച്ചു, അതുകൊണ്ട് എനിക്ക് അവരോട് നീരസമുണ്ടായി, അവരിൽ പലരെയും ഞാൻ അവിടെ വെച്ച് തള്ളിക്കളഞ്ഞുവെന്ന് ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനത്തിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവസഭയിലെ ഓരോ വ്യക്തികളെ, ഓരോ സഭയിലെ വിശ്വാസികളെ നിങ്ങളുടെ ഹൃദയം പാപം ചെയ്ത് കഠിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ജീവനുള്ള ദൈവം നിനക്കെതിരാണ്. ഹല്ലേലൂയ. നിന്റെ പാപത്തെ വെളിപ്പെടുത്താതെ അതിനെ മറച്ചു വെച്ച് മുന്നേറുന്നെങ്കിൽ ദൈവത്തിന്റെ കരം നിനക്ക് വിരോധമാണ്. ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വെളിപ്പെടുമെന്നുള്ളത് ഇന്ന് പലനേരം അടിവരയിട്ട് ദൈവസഭയോട് അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ മടങ്ങി വരിക. കർത്താവിന്റെ വരവ് വാതിക്കൽ തന്നെ ആയിരിക്കുന്നു. നമുക്ക് പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയുമായിരുന്നു, അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തേണ്ടതിനത്രേ ഈ കഷ്ടങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടരുത്. നമ്മുടെ വിശ്വാസത്തെ നാം ഉറപ്പിക്കുക. ദൈവരാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ സ്വർഗ്ഗം നിങ്ങളെ നിലനിർത്തുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. നമുക്ക് ദൈവസൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട് ഇന്ന് പകൽ നേരം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ.